ധ്യാനം ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോകും എന്നുള്ള രണ്ടാമത്തെ സ്റ്റേജാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സ്റ്റേജാണ്. നമ്മൾ ശരിക്കും ഒരു റോളർ കോസ്റ്ററിൽ കയറിയൊരു ഫീലായിരിക്കും. അതായത് ഒരുപാട് കയോസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് തരും. നമ്മളെ ചുറ്റുമുള്ളവർ നമ്മളെ കല്ലെറിയും എന്നൊക്കെ പറയില്ലേ, നമ്മളെ അറിയുന്നവർ, നമ്മളെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ അറിയുന്നവർ നമുക്കിട്ട് പണികൾ തരും. അതായത് പാസ്റ്റ് ലൈഫിൽ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന ആൾക്കാരായിരിക്കും പിന്നെ നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ ആ പാസ്റ്റ് ലൈഫിലുള്ള എല്ലാ കർമ്മദോഷങ്ങളും ആ ഒരു സമയത്താണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇത്തരം ആൾക്കാരെയൊക്കെ നമ്മൾ കാണും. നമ്മൾ തന്നെ തോന്നും, ഇവർക്ക് എന്തിനാണ് നമ്മളോട് ഇത്ര ദേഷ്യം, നമ്മൾ എന്ത് തെറ്റാണ് അവരോട് ചെയ്തത്, അല്ലെങ്കിൽ നമ്മളടുത്ത് അത്രയും കൂട്ടായി നിന്ന ആൾക്കാരായിരിക്കും. ഇവരെന്തിനാണ് നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത്. നമുക്ക് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ അവരെ ഒന്നും ദ്രോഹിച്ചിട്ടില്ല, പറ്റുന്ന പോലെ സഹായങ്ങളാണ്, പക്ഷേ എനിക്ക് കിട്ടുന്ന മൊത്തവും ബാക്ക് സ്റ്റാബിങ് ആണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. പിന്നെ ഒരുപാട് ലൂപ്പുകളിൽ നമ്മൾ പോയി പെടും. ആ പെടുന്ന എല്ലാം ഒരുപോലെ നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ നമുക്ക് സഹിക്കാൻ വയ്യ നമ്മൾ മാറുമ്പോൾ ആ സെയിം ലൂപ്പ് മറ്റുള്ള ആളുകളിലൂടെ, അതായത് ആ ക്യാരക്ടേഴ്സ് തന്നെ ആയിരിക്കും, അത് അടുത്ത ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇവരെ നിന്നും നമ്മൾ സർവൈവ് ചെയ്ത് നമ്മൾ അടുത്തടുത്ത് എത്തുമ്പോൾ അവിടെയും കാണും ഇത്തരം ആൾക്കാർ. കാരണം നമ്മളൊരു ലെസൺ പഠിക്കാനുണ്ട് അവിടെ. ആ ലെസൺ പഠിക്കും വരെ ഈ ലൂപ്പ് റിപ്പീറ്റായിക്കൊണ്ടേയിരിക്കും. ഈ ലൂപ്പ് നമ്മൾ റിപ്പീറ്റായി നമ്മളതിൽ നിന്ന് കുറേ ലെസൺ പഠിക്കും. പീപ്പിൾ പ്ലീസർ ആവാൻ പാടില്ല, ഓവർ മിംഗ്ലിങ് പാടില്ല, ഓവർ ഷെയറിങ് പാടില്ല, നമ്മളൊരു സോൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, നമ്മളെല്ലാം ഒരു സാക്ഷിഭാവത്തിൽ നോക്കി കാണണം. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ സോളിനും ഓരോന്ന് പഠിക്കാനുണ്ടാവും. അതെപ്പോൾ പഠിച്ചു എന്ന് യൂണിവേഴ്സിന് തോന്നുന്നോ അന്ന് മാത്രമേ ഇതിൽ നിന്ന് നമുക്കൊരു ഒരു വിഡ്രോവൽ ഉണ്ടാവും. അതുവരെ നമുക്ക് ഈ പണികൾ കിട്ടിക്കൊണ്ടേയിരിക്കും.